ദൈവനാമത്തിന് മഹത്വമുണ്ടാകുവാനിടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിൽ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ ദൂതുകളും നമ്മുടെ ഹൃദയതലങ്ങളിൽ പ്രകാശിപ്പിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുക. രാജാതിരാജാവായ ദൈവം, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഇന്നും നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി കർത്താവിനെ മഹത്വപ്പെടുത്തുകയും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 16-ാം വാക്യം, ഈ മനുഷ്യരെ എന്തു ചെയ്യേണ്ടു? പ്രത്യക്ഷമായൊരു അടയാളം അവർ ചെയ്തിരിക്കുന്നു എന്ന് യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ലോ. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ആ വാക്യത്തിൽ നിന്ന് ഇടപെടുന്ന ദൈവശബ്ദം. ഇവിടെ ആ ചരിത്രഭാഗം നമുക്ക് വളരെ പരിചയമുള്ള അനുഭവമാണ്. മുടന്തൻ്റെ സൗഖ്യം. ദൈവം കർത്താവിൻ്റെ ശക്തി വെളിപ്പെടുത്തി 40ഓളം വയസ്സ് പ്രായമുള്ള ആ മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ദൈവപ്രവർത്തിയുടെ ചരിത്ര സംഭവം വിശുദ്ധ തിരുവെഴുത്ത് വെളിപ്പെടുത്തിയപ്പോൾ അവിടെ ജീവിതത്തിൽ എതിര് നിൽക്കുന്ന വ്യക്തിജീവിതങ്ങൾ അത് കണ്ട് പറയുന്ന വാക്കുകളാണ് ഇപ്രകാരം: അവർ പ്രത്യക്ഷമായ ഒരു അടയാളം ചെയ്തിരിക്കുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തോട് ആ വാക്ക് ദൈവം വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ പൈതലേ, ചിലതൊക്കെ നാളുകളായി മറഞ്ഞിരിക്കുകയാണ്. ചില വാഗ്ദത്തങ്ങളൊക്കെ വർഷങ്ങളായി മറഞ്ഞിരിക്കുകയാണ്. ദൂതുണ്ട്, ദൈവത്തിൻ്റെ ആലോചനയുണ്ട്. ആ ആലോചനയ്ക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. ആ ആലോചന വെളിപ്പെട്ടു വരാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. പലപ്പോഴും അവിശ്വസിച്ചിട്ടുണ്ട്, സംശയിച്ചിട്ടുണ്ട്, ഇനി നടക്കത്തില്ല എന്ന് ഹൃദയം തന്നെ പറഞ്ഞത്. അപ്രകാരം ആ വിഷയത്തെ ചൊല്ലി ദുഃഖിക്കുകയും നിരാശപ്പെടുകയും കരയുകയും ആ തലങ്ങളൊക്കെ ജീവിതത്തിൻ്റെ തലങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ശബ്ദം ദൂതിത ആ വിഷയം പ്രത്യക്ഷമാകാൻ പോവുക. അത് കണ്ണുകൊണ്ട് കാണത്തക്ക നിലയിൽ, ദർശിക്കത്തക്ക നിലയിൽ ദൈവം അത് മാറ്റുക. ആ നിലയിലേക്ക് മറഞ്ഞിരുന്ന വാഗ്ദാനം, മറഞ്ഞിരുന്ന വാഗ്ദത്തം പ്രത്യക്ഷമാക്കുന്ന നിലയിലുള്ള ദൈവപ്രവൃത്തി കൂടാരത്തിൽ ദൈവം ഇതാ വെളിപ്പെടുത്താൻ പോവാം. ആ വാക്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ശബ്ദം ഇതാ പ്രത്യക്ഷമായ ഒരു അടയാളമാക്കി ദൈവം അതിനെ തീർക്കുക. ദൈവത്തിൻ്റെ പൈതലേ, കർത്താവിനെ വിശ്വസിച്ചതുകൊണ്ടും ദൈവസന്നിധിയിൽ കാത്തിരുന്നതുകൊണ്ടും അതൊരു അടയാളമായി മാറും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചലിച്ചു, എൻ്റെ ദൈവം എൻ്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിയാക്കിയെന്ന് പഴിക്കുന്നവരും നിന്ദിക്കുന്നവരും കാണത്തക്ക നിലയിൽ അതൊരു അടയാളവാ. യേശു കർത്താവിൻ്റെ ശക്തിയുടെ അടയാളവാ. ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളവാ, എൻ്റെ കർത്താവിൻ്റെ അടയാളവാ. എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന എൻ്റെ വാഗ്ദത്തങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചോദിക്കുന്ന എൻ്റെ വിഷയങ്ങൾ എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ അടയാളമാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് ദൂത് വെളിപ്പെടുത്തുക. ഈ വചനം ധൈര്യത്തോടെ ഏറ്റെടുക്കട്ടെ. ഈ വചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രത്യക്ഷമാക്കാൻ പോകുന്നു. എന്നോട് പറഞ്ഞത് എനിക്ക് മാത്രം, എന്നോട് ചേർന്നിരിക്കുന്നവർക്ക് മാത്രം അറിയുന്ന എൻ്റെ വാഗ്ദാനങ്ങൾ അത് ദൈവം പ്രത്യക്ഷമാക്കാൻ പോവാ. ചിലതൊക്കെ പ്രത്യക്ഷപ്പെടാൻ പോവാ. ദൈവത്തിൻ്റെ പൈതലേ, കർത്താവിന് പ്രത്യക്ഷമാക്കണമെങ്കിൽ നൊടി നേരം മതി. അതല്ലേ മുടന്തൻ്റെ ജീവിതത്തിൽ 40ഓളം വർഷം മറഞ്ഞിരുന്നൊരു തലവാ, മറഞ്ഞിരുന്ന സൗഖ്യമില്ലാതിരുന്നൊരു മേഖലയാ. എന്നാൽ നൊടി നേരം കൊണ്ട് അഭിഷിക്തന്മാർ കരം പിടിച്ചൊന്ന് എഴുന്നേൽപ്പിച്ചു. ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചില്ലേ? ഇതുപോലെ ദൈവത്തിൻ്റെ പൈതലേ, ദൈവം ആ കരത്തെ തൊടാൻ പോവാ. ദൈവം ആ സ്ഥിതിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പോവാ. ദൈവം ആ അവസ്ഥയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പോവാ. ദൈവത്തിൻ്റെ സ്പർശനം അനുഭവിക്കാൻ പോവാ. പ്രത്യക്ഷമായ ഒരു അടയാളം, സ്ഥിതി മാറ്റുന്ന ഒരടയാളം, പ്രത്യക്ഷമാക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ കർത്താവ് ചെയ്തു തരും.
വചനം ആഴമായി വിശ്വസിക്കട്ടെ, ദൂത് ആഴമായി ഏറ്റെടുക്കട്ടെ. എൻ്റെ വിഷയം പ്രത്യക്ഷമാകാൻ പോവുക. അതനേകർക്ക് ആശ്ചര്യമായിരിക്കും, അനേകർക്കത് വിസ്മയമായി തീരും. അതുകൊണ്ടല്ലേ വചനം പറയുന്നത്, യെരൂശലേമിൽ പാർക്കുന്നവർക്കെല്ലാം അത് പ്രസിദ്ധമായി മാറിയിരിക്കുക. ആർക്കും അതിനെ നിഷേധിക്കാൻ പറ്റത്തില്ല, ദൈവശക്തിയെ നിഷേധിക്കാൻ പറ്റത്തില്ല. ആ നിലവാരത്തിലാണ് എൻ്റെ കൂടാരത്തിൻ്റെ അകത്തളങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരാൻ പോകുന്നത്. പ്രത്യക്ഷമാക്കുന്ന ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടുത്താൻ പോവുക. കർത്താവ് സഹായിക്കുന്നു. ദൈവം അങ്ങനെ അനുഗ്രഹിക്കാൻ പോവുക. ദൈവത്തിൻ്റെ വിശ്വസ്തത ദൈവം വെളിപ്പെടുത്താൻ പോവുക. കർത്താവ് മാനിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവരുടെ അവസ്ഥ സാഹചര്യങ്ങളുടെ മേൽ കർത്താവെ മറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, വർഷങ്ങളായി മറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ പ്രത്യക്ഷമാകാൻ പോകുന്നു. ദൈവം സംസാരിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ദൂത് ഞങ്ങൾ അതുപോലെ വിശ്വസിക്കുക. അത് ഈ ദിവസങ്ങളിൽ നടക്കട്ടെ. നോട്ടി നേരം കൊണ്ട് നിവൃത്തിയാകട്ടെ. വചനം കേൾക്കും ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ദൈവിക വിടുതലിറങ്ങട്ടെ, ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. രോഗമേഖലകളിൽ സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. ആണിപ്പഴുതുള്ള കരം തൊട്ട് അത്ഭുത വിടുതൽ കൽപ്പിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് കർത്താവെ ഒരു മഹത്വം കാണണം. ഇന്ന് ചിലത് പ്രത്യക്ഷപ്പെടുന്ന നിലയിൽ ദൈവത്തിൻ്റെ ശക്തിയുടെ വലിയ പ്രകടനങ്ങൾ, കർത്താവെ വലിയ ശക്തിയുടെ ആഴങ്ങൾ വെളിപ്പെടുന്ന ദിവസമാക്കി ദൈവം തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.